ഇന്ന് ദുബായിലും യു എയിലും സക്സസ്ഫുള്ളായ പല ബിസിനസ്സുകളുടെയും എർലി സ്റ്റേജ്, അവരുടെ യു എയിലേക്കുള്ള വരവ്, അവരുടെ ഗ്രോത്ത്, അതെല്ലാം റിയാസ് സർ വളരെ അടുത്ത് നിന്ന് നോക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പല കമ്പനികൾക്കും ഇതിൻ്റെ ഭാഗമാകാനോ അവരുടെ സെറ്റപ്പിലൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി എന്ന നിലയിൽ എങ്ങനെയാണ് ഇതിനകത്തുള്ള ഒരു കോമൺ ഫാക്ടറുകൾ എങ്ങനെയാണ് ഈ സക്സസ്ഫുള്ളായ ബിസിനസ്സുകൾ റിയാസ് സർ കണ്ട ഈ ഒരു കുറച്ച് വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസിലെ? സാധാരണ എല്ലാവരും പറഞ്ഞിട്ടുള്ള ക്ലീശ ഉത്തരം തന്നെയാണ് അതിനകത്ത്. ഹാർഡ് വർക്ക്, അവരുടെ ഫോക്കസ്, ഇത് രണ്ടും ആണ് അതിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം തന്നെ പറയാൻ പറ്റും. മറ്റൊന്ന്, ഇവരെല്ലാവരും, ഞാൻ എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള ആളുകളൊക്കെ ഈ ഏർലി സ്റ്റേജ് ഇപ്പോഴും ഓർത്തിരിക്കുന്ന ആളുകളാണെന്നുള്ളതാണ്. അത് ഓരോ വലിയ ബ്രാൻഡുകൾ എടുത്ത് പറയുകയാണെങ്കിലും അവരൊക്കെ സംസാരിക്കുമ്പോഴും ഞങ്ങൾ തുടങ്ങിയത് ഇന്ന രീതിയിലാണ്, ഇത്ര ശമ്പളത്തിനാണ് ഞാൻ ജോലി ചെയ്ത് തുടങ്ങിയത്, ഞാൻ വന്നത് അമ്മാവൻ്റെ കൂടെയാണ് എന്നൊക്കെ സംസാരിക്കുന്നവരാണ്. അത് പിന്നെ ഒരു വലിയ മോട്ടിവേഷനാണ് പുതിയ ജനറേഷന്. പലപ്പോഴും ഓർഗാനിക്കായിട്ടുള്ള ഗ്രോത്തിലേക്ക് ന്യൂ ജനറേഷന് കടന്ന് ചിന്തിക്കുന്നില്ല എന്നല്ല, അപ്പുറത്തോട്ട് പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതിന് എപ്പോഴും ഈ ഒരു സ്റ്റോറീസ് കേൾക്കണം എന്നുള്ളതാണ്. IPA എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ എടുത്ത് നോക്കിയാൽ ഞങ്ങളുടെ മലയാളി ബിസിനസ്സുകാരുടെ കൂട്ടായ്മയിൽ എത്രയോ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അതിലൊക്കെയുള്ള സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ അതായത് എപ്പിഗ്രാഫ്സ് തന്നെ ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ IPA വന്നിട്ടുള്ള ആളുകളുടെ ചരിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ടൊക്കെ. അപ്പോൾ അത് ചെറിയൊരു ബുക്കായിട്ടൊക്കെ വീണ്ടും വായിക്കാൻ സൗകര്യത്തിന് ഇറക്കി. അതൊക്കെ യാത്രകളിൽ ഞാൻ വായിക്കുമ്പോൾ ശരിക്ക് നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകുന്ന കഥകളുണ്ടാവും. വളരെ കഷ്ടപ്പാടിൽ നിന്ന് വന്ന് വലിയ രീതിയിൽ കെട്ടിപ്പടുത്ത് ഇന്ന് 4500 5000 ജോലിക്കാരുള്ള സ്ഥാപനങ്ങൾ. ഇതിലെ സക്സസിൻ്റെ വിജയം എന്ന് പറയുന്നത് ഒരു ഒറ്റവാക്കിൽ പറയാവുന്നതോ അല്ലെങ്കിൽ ഈ പിന്നെ ഒരു സൂത്രവാക്യം, ഓരോരുത്തർക്കും വളരെ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ ചിലപ്പോൾ അവരുടെ സക്സസ്. പക്ഷേ അവരെല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ ഹാർഡ് വർക്ക്, ഫോക്കസ്, ഇത് രണ്ടും. പിന്നെ ബിസിനസ്സിൻ്റെ സത്യസന്ധത, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുമെങ്കിലും ഏറ്റവും കൂടുതൽ ഇത് തന്നെയാണ്.